അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 3 കൊല്ലം റിപ്പീറ്റ് ചെയ്തു. അപ്പം റിസൾട്ട് എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റിസൾട്ടാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട റിസൾട്ട് അല്ലായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു ആ ടൈമിലൊക്കെ, റിസൾട്ട് വന്ന ടൈമിൽ. പക്ഷെ നമ്മളിപ്പോൾ 3 കൊല്ലം ആയല്ലോ, പിന്നെ ആ സമയം കളയണ്ടല്ലോ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ആയി. നെക്സ്റ്റ് ഡേ ഞാൻ അത് പോട്ടെ എന്ന് വിചാരിച്ച് എണീറ്റു. അപ്പം കാര്യം ഞാൻ എൻ്റെ 100% എഫേർട്സ് അവിടെ ഇട്ട് കഴിഞ്ഞു. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ എൻ്റെ എല്ലാ എഫേർട്സും ഞാൻ അവിടെ ഇട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്താ ചെയ്തതെന്നും ഞാൻ എന്താ പഠിച്ചതെന്നും ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നും എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ 3 കൊല്ലം റിപ്പീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ 3 കൊല്ലം ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മളെ കൊണ്ട് നമ്മളുടെ എഫേർട്സ് എല്ലാം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മൾ അതിനകത്ത് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു സങ്കടം ഇല്ലാത്തത്. ലൈക്ക് എനിക്ക് കിട്ടിയില്ല, ഞാനിതായി പോയി എന്നുള്ളത്. എനിക്കറിയാം ഞാൻ എന്താ ചെയ്തിട്ടില്ലെന്ന്, എത്രയാണ് ഞാൻ എഫേർട്ട് ഇട്ടിരുന്നത്. അപ്പം അതിന്റെ ബേസിസിൽ എനിക്കൊരു സങ്കടം ഇല്ല. ഇപ്പം ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി ആൻഡ് ബീയിങ് ഇൻ എ വെരി ഗുഡ് സ്റ്റേറ്റ്. കാരണം നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് എല്ലാം നമ്മൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് കുറെ ഇരുന്നിട്ട് സങ്കടപ്പെടാനുള്ള ഒന്നുമില്ല. എക്സാം ആണ്, ചിലർക്ക് കിട്ടും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പം അതിന്റെ ബേസിസിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. മൂവ് ഓൺ ആവണം. അപ്പം ഞാനും മൂവ് ഓൺ ആയി. എക്സാം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ കണക്ഷൻ ആണ് നീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും നമ്മളെ എഫേർട്ട് ഇട്ടിട്ടും കിട്ടിയില്ല എന്നുള്ളത്. പക്ഷെ എന്താ പറയാ, ലൈഫാണ്, അങ്ങനെ തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും നല്ലത് വരാനായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഇപ്പം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഡോക്ടേഴ്സ്, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ പറയാൻ വിട്ടുപോകുന്ന കാര്യമാണ് റിപ്പീറ്റ് കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ +2 കഴിഞ്ഞ് നേരെ പോവാണ്. നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഡിഗ്രി ചെയ്യുമ്പോഴും നമ്മളുടെ കൂടെയുള്ളവരെല്ലാവരും അടിച്ചു പൊളിക്കുമ്പോഴും നമ്മൾ NCERT അരച്ച് കളിക്കി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു പീരിയഡ്, ആ ഒരു സഫറിങ് എന്ന് പറയുന്നത് ആരും പറയാത്തതാണ്. ഓരോ കൊല്ലം കഴിയുന്തോറും നമുക്ക് ഇതിന്റെ സ്ട്രെസ് കൂടി വരേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോണ ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ എങ്ങനെയും കയറി പോവാൻ നോക്കുക. കാര്യം ആ ഒരു എന്താ പറയാ, എനർജിയും ആ ഒരു വാശിയും നമുക്ക് പിന്നെ അടുത്ത റിപ്പീറ്റിൽ കുറഞ്ഞേ വരും. എനർജി കുറഞ്ഞേ വരും. അപ്പോൾ വാശി കൂടുന്നു, പക്ഷെ എനർജി കുറഞ്ഞു വരും. കാരണം നമ്മൾ ഈ സെയിം സാധനം പിന്നെയും പഠിക്കുകയാണ്, സെയിം ടെക്സ്റ്റ് പിന്നെയും പഠിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഭയങ്കര ഡിഫിക്കൾട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് റിപ്പീറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകാൻ നോക്കുക. പിന്നെന്താ പറയണമെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര സങ്കടം, എന്തുകൊണ്ടാണ് ഇത്ര സഫറിങ് ഇടുന്നുള്ളത്. ഒരു 20-30% റിപ്പീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള മെന്റൽ സ്ട്രെസ് തന്നെയാണ് അതിനകത്തെ കാര്യം. ഫുള്ളാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ഒരു മേജർ പാർട്ടും നമ്മളുടെ റിപ്പീറ്റിൽ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് തന്നെയാണ്. കാര്യം നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് പുറത്തായിട്ടൊരു ബന്ധമില്ല, ഫോണില്ല, പേരൻസിനെ മാത്രം വിളിക്കാം വീക്ക്ലി 1 or 2 അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അപ്പൊ നമ്മള് ഒരു കൊല്ലം ഇങ്ങനെ ആരെയും കാണാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവണ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ കുറെ പ്രഷറൈസ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റിന്റെ ബേസിസിൽ, മാർക്കിന്. അതെല്ലാവരും ചെയ്യണ കാര്യമാണ്, ഞാൻ മാത്രമല്ല. റിപ്പീറ്റ് എന്ന് പറയണത് നമുക്ക് അത്രയും നമുക്ക് എന്താ പറയാ, ഓവർകം ചെയ്യാൻ ഭയങ്കര ഇതുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയാ, ഫ്യൂച്ചർ പ്ലാൻസിന്റെ ബേസിൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല. ഞാൻ എന്തായാലും എപ്പോഴാണെന്നുള്ളതൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. കാര്യം അതൊന്നും ഞാനും ഫൈനലൈസ് ആക്കിയിട്ടില്ല. ഫൈനലൈസ് ഇൻ ദ സെൻസ് അതിന്റെ പ്രോസസ്സിംഗ് ഒന്നും ശരിയാവോ ഒന്നും അറിയില്ല. അപ്പം അതിന്റെ ഒരു കൺഫ്യൂഷൻസിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത്. എന്നിരുന്നാലും ഇതിനകത്തൊരു ഫർദർ ഇതുണ്ടാവും, ഞാൻ നിങ്ങളോട് എന്തായാലും പറയുന്നുണ്ടാവും. ഞാൻ അതിനകത്ത് ഷുവർ ആകുമ്പോൾ നിങ്ങളോട് എന്തായാലും പറയുന്നുണ്ടാവും. ഞാൻ എത്ര എഫേർട്ട് എടുത്തെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒരിക്കലും ഇത് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പഠിച്ച സാധനം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ടിന് എനിക്ക് റിസൾട്ട് വേണം. അതൊരിക്കലും ഒരു അഹങ്കാരത്തോടെ പറയണതല്ല.
ഒരു സാമാന്യ എൻ്റെ ആവശ്യമാണ് അത്. കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത്രയും വരുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പം മെന്റലി ആയിക്കോട്ടെ, നമ്മൾ അത്രയും ടയേർഡ് ആയിരിക്കുമ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ ഒന്നിനും എണീച്ച് നിൽക്കാൻ പോലും പറ്റാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇരുന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും അത് വിട്ടുകൊടുക്കാനുള്ള മൈൻഡ് ഇല്ല. അപ്പോഴത്തേക്കും എന്തിരുന്നാലും ഞാൻ എവിടെയെങ്കിലും ചേരും. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കുന്നുണ്ടാവും കേട്ടോ. ഈ പറയാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്താവണ്ടെന്നും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അത് ചിലപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫീൽഡിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരും ചെയ്യാത്ത സാധനത്തിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ അതിനു വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്യുക. ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാനാണ് നമുക്ക് സമയമുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചു വന്നേക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറൊരാളുടെ വാക്കും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ തന്നെ, അതിന് നിങ്ങൾക്ക് നല്ല കാമ മൈൻഡ് വേണം. ആദ്യം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള മൈൻഡ് വേണം. എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധ്യം വേണം. എന്നാലാണ് നിങ്ങൾക്ക് ഇതാണ് എനിക്ക് നല്ലതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ വാക്കും കേട്ട് നിങ്ങളുടെ ഡിസിഷൻസ് മാറ്റും. അപ്പൊ അങ്ങനെ മാറ്റാണ്ടിരിക്കാൻ നിങ്ങൾ ഭയങ്കര കാമറായിട്ടിരിക്കുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഒരാളെങ്കിൽ ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രൊസീഡ് ചെയ്യുക. വെറുതെ അവരിങ്ങനെ പറഞ്ഞു നിങ്ങൾ ഡിസിഷൻസ് മാറ്റരുത്. ഇപ്പൊ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ കാര്യം എന്താണ്? എൻ്റെ ഡിസിഷൻ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം നടന്നു. എനിക്ക് എൻ്റെ ഫുൾ എഫേർട്സ് അവിടെ ഇടണം. എനിക്ക് ഒരു റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ റിപ്പീറ്റിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് എക്സാം ഹോളിൽ വരെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. തേർഡ് റിപ്പീറ്റ് ആയപ്പോൾ എനിക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ എക്സാം ഹോളിൽ നന്നായിട്ട് എക്സാം എഴുതി. പക്ഷെ റിസൾട്ട് എന്ന് പറയുന്ന കാര്യം നമ്മളുടെ കയ്യിൽ നിൽക്കണ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എന്നിരുന്നാലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും അല്ലേ? അപ്പം അങ്ങനെയാണല്ലോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. എനിക്ക് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണല്ലോ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഡ്രീംസ് എന്താണോ, നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആർക്കും അറിയില്ല നിങ്ങൾ എന്താണ് ചെയ്യണത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. എനിക്കെപ്പോഴും പ്രൗഡാണ്. എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കറിയായിരുന്നു എനിക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും ഈ സമയത്ത് എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാത്തത്. എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാണ്ട് പോകുമ്പോഴാണ് നമുക്ക് റിഗ്രറ്റ്സ് വരിക. അപ്പോൾ ആ ഒരു റിഗ്രറ്റിന്റെ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഡിസിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കറക്റ്റ് സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കുക. അത് എന്തിരുന്നാലും റിസ്ക് അല്ലയോ, ഈസി അല്ലയോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ എന്നത് എടുക്കുക. അത്രയും നമ്മൾ ആഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ടേക്ക് യുവർ ഡിസിഷൻസ് കറക്റ്റ്ലി, ബാക്കിയെല്ലാം അതിൻ്റെ രീതിക്ക് വന്നോളും. സോ ഇതാണ് നമ്മളുടെ ഒരു സ്മോൾ വീഡിയോ ആയിരുന്നു. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞില്ലല്ലോ എന്ന് ആരും പറയരുത്. ഞാൻ പറയാം, എല്ലാം ഓക്കെ ആയിട്ടും എല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പം എന്തിരുന്നാലും അത് പറയാനുള്ള സമയമല്ല. നമുക്കറിയില്ല എന്താണ് വരാൻ പോകുന്നതെന്നും എന്തിനാണത്. ഞാൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. അപ്പം എനിക്ക് ഒട്ടും ഷുവറല്ല നിങ്ങളോട് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്താ പറയുക, കുറേ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഇതില് എന്താണ് ഇൻസ്റ്റഗ്രാമില് ഭയങ്കര ഭംഗിയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. കാര്യം നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മളെ പൊക്കണത് തന്നെ. അപ്പം ചില ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹാപ്പി പ്ലേസ് എപ്പോഴും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമാണ്. ഞാൻ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ ഇൻസ്റ്റഗ്രാമിലെ 2-3 മെസ്സേജസ് നോക്കും. അപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആവാറുണ്ട്. കാര്യം എല്ലാ മെസ്സേജസും നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല മെസ്സേജസാണ് വരുന്നത്. പിന്നെ ചെറിയ വരുന്നതും നമുക്ക് ഈ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്ത കാര്യമൊക്കെ നമ്മളെ വിട്ടുകളഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യും. അല്ലാതെ ഫർദർ ആയിട്ട് അങ്ങനത്തൊന്നുമില്ല. അപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് എവ്രി വൺ ഈസ് സപ്പോർട്ടിങ് മീ, എവ്രി വൺ ഈസ് കൺസിഡറിങ് മീ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഐ എം ലിവിങ് ഇൻ മൈ ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ സപ്പോർട്ടിങ്. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല ഡിസിഷൻസ് എടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി വേറെ ആരുടെ കാര്യവും ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ വേറെ ആരുടെ ഡിസിഷൻസ് കേൾക്കാനും വേറെ ആരുടെ ഇതില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്ലാൻ വേണം ലൈഫിൽ. അങ്ങനെ തന്നെ നിങ്ങൾ സക്സീഡ് ആവുന്നുള്ളതാണ്. സോ ബൈ എല്ലാവർക്കും.
എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ആൻഡ് ബൈ ഫോർ ടുഡേ. എന്തായാലും മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.